ഹലോ പ്രിയപ്പെട്ട ചങ്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചങ്കളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഊട്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് കിന്നക്കോര വഴി മുള്ളി പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മനോഹരമായ ഈ യാത്രയിൽ അടിപൊളി കാഴ്ചകളൊക്കെ വന്ന് കണ്ടാലോ. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കൂടി. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കേട്ടോ. ഒന്നര വിവിധ സ്ഥലമല്ലേ, കാണാൻ തന്നെ എന്ത് രസമാണ്. നാച്ചുറലായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതാണ് നാച്ചുറൽ ബ്യൂട്ടി, അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം വാൾപ്പാറ അതിനെക്കാട്ടും മനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ് ഇട്ടത്. കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് വേറൊരു വൈബായി കിട്ടും. വെറും വൈബല്ല, പൊള്ളി വൈബ്. ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഈ തേയിലത്തോട്ടം ഏകദേശം നമ്മളെ മൂന്നാറിന് പോകുന്ന അത്രക്കില്ലെങ്കിലും നല്ല റേഞ്ചിലേക്ക് എത്താൻ പറ്റിയ ഒരു തേയിലത്തോട്ടങ്ങൾ തന്നെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കളെ, ഏതാ പ്രേമില്ല, കാണാൻ പറ്റുന്ന കണ്ടോളൂ, ആസ്വദിക്കാൻ പറ്റുന്ന ആസ്വദിച്ചോളൂ. നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു. കണ്ട, ഇതിങ്ങനെ എടുത്തിട്ട് നമുക്ക് നിങ്ങളതിൽ എത്തിക്കുക, അത്രേ പറ്റുള്ളൂ. നിങ്ങളെ പിടിച്ച് ഇപ്പം കാണിപ്പിക്കാനൊന്നും നമ്മളൊക്കെ പറ്റില്ല. ഇപ്പം മോനെ നോക്കുക, കണ്ടോളി, ആസ്വദിച്ചോളി. ഏതാ വൈബില്ലേ, വൈബ് സ്ഥലം. ഇവിടെയൊക്കെ വൈകുന്നേരം വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴില്ല, വേറൊരു ഫീലായിരുന്നു. സെറ്റായിരിക്കും മക്കളെ. നമ്മളെ ആശാന മുന്നിൽ പോകണ്ടിട്ടാ, അതാ പോണേ. വേറെ ആരുമില്ല, ഞങ്ങൾ തന്നെ ഉള്ളെന്ന് തോന്നുന്നു ഈ റൂട്ടിലിപ്പോൾ. ഇപ്പം ഇനി വണ്ടി വേണം. വന്നല്ല, ഇടക്കും തലക്കും കിട്ടൊരു വണ്ടി വരലുണ്ട്. ഇപ്പം കിന്നക്കോര പോയിട്ട് അവിടെ നമ്മൾ കാറെടുക്കാൻ തീരാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും യാത്ര ചെയ്തിങ്ങനെ പോയേക്കാം. ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ ബോണസായിട്ട് കിട്ടിയാലോ. അങ്ങനെ കിട്ടിയവരുണ്ട്, അതാണ്. മക്കളെ, ഇതൊക്കെ എന്നെ കാണുമ്പോണ്ടല്ലോ, ഇതിനുള്ളിൽ എന്തൊക്കെ ഉണ്ടാവും ഇപ്പോൾ അല്ലേ, ഒന്നും പറയാൻ പറ്റൂല. നമ്മളിപ്പോൾ പകല് പക്ക ഉച്ചക്കാണ് ഇപ്പോൾ ഈ ഒരു കോലത്തിലൂടെ കാണുന്നുണ്ട്. ഇവിടെ അങ്ങനെ പോകുമ്പോൾ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും മനസ്സിലായി. എന്നാലും ഞാൻ പോവന്നെ. ഏത് അതിനുള്ളിൽ നിന്ന് വല്ലതും പുറത്തേക്ക് ചാടുമോ എന്നുള്ളൊരു പേടിക്കാനൊന്നുമില്ല. നമ്മൾ 5-8 ആൾക്കാരുണ്ടല്ലോ, ആ ഒരു ധൈര്യത്തിൽ ഇങ്ങനെ പോവാണ്. എന്തായാലും പോയി നോക്കുക അല്ലേ, അതല്ല അതിൻ്റെ ഒരു ഇത്. ശരി, നമ്മളിങ്ങനെ പോവാണ് എന്തായാലും.
ഞങ്ങൾ അപ്പം നമ്മൾ അടുത്തൊരു വ്യൂ പോയിന്റ് ഇവിടെ കിട്ടിയേക്കാം കേട്ടോ നമുക്ക്. അപ്പം നമ്മളവിടെ ഇറങ്ങിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് കാണിച്ചെന്നാലോ. എന്നാലും ഞങ്ങളിവിടെ ഇറങ്ങിക്കണ്. അവിടുത്തെ അവസ്ഥയൊക്കെ എങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ സെറ്റാക്കാം. ഓക്കല്ലേ? അപ്പം ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒരു വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത് ലക്ഷ്യമാക്കി പോയി വെക്കാം. അന്നേരമൊക്കെ നമ്മളവിടെ എത്തിയിട്ട് വെള്ളച്ചാട്ടം എന്ന് പറയാത്തില്ല, ചെറിയൊരു അരുവി. അതിലിങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി കുറച്ച് നേരം മാറി ഇരിക്കാന്നുള്ള പ്ലാനാണ്. എന്തായാലും നല്ലൊരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ പുളിയാണ് ഉണ്ടാവും. ഇതായിട്ട് നമ്മളിപ്പം കണ്ട സ്ഥലം. നമ്മളിപ്പോൾ നമ്മൾ പുറത്തേക്ക് കയറി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇത്ര ഒരു അരുവി എന്ന് പറയാൻ പറ്റില്ല, അതിലിങ്ങനെ കുറച്ച് വെള്ളം. അതൊക്കെ തന്നെയാണ് ഇപ്പം നമ്മൾ കണ്ട ഒരു കാഴ്ചട്ടാ. അന്നേരം മക്കളെ ഈ സ്ഥലം എന്താ പാട്? പൊളിയല്ലേ? വൈബല്ലേ? ആസ്വദിച്ചോളും പാമാരെ. പൊളി സാധനം. ായിട്ട് നിന്നിട്ട് മലകളും കുന്നുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സ്ഥലം. പൊളിച്ചെന്തായാലും സെറ്റായിക്കണം. ഇത് കാണുമ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ വാൾപ്പാറ മുന്നേ പോയ ആ ഒരു ഫീലിംഗ് ആണ് ഇവിടെയൊക്കെ പോവാ. അതിനെക്കാട്ടും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. ഞങ്ങൾ നമ്മൾ പോകണ വഴിക്കാണ് ഇതാ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അവിടെ ഇറങ്ങി വെക്കാലോ. അവിടെ ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് നടന്ന് കണ്ട് ഇറങ്ങാൻ കിട്ടണം. ഇറങ്ങിയിട്ട് അവിടുത്തെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് നോക്കാം. അവസ്ഥ ഒന്നുമില്ല. ഇങ്ങനെ ഒരു വെള്ളം ഇങ്ങനെ കുറച്ചിങ്ങനെ ചെറിയൊരു നൂലൊരു അത്തരത്തൊന്നും പറയാൻ കിട്ടുന്നത്. ഒന്നാമത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഒപ്പന്മാർ ചൂടല്ലേ, വന്നാറ് ചങ്ങായിമാരെ. പിന്നെ അങ്ങനെ വെള്ളം ഉണ്ടാവില്ലേ? ആ കാലത്തൊക്കെ ആണെങ്കിൽ സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ചങ്ങളെ നമ്മളെ അടുത്തൊരു സ്പോട്ട് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര കേട്ടോ. അടുത്ത സ്പോട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ മുള്ളി അതാണിപ്പോൾ മാപ്പ് അടിച്ചിരിക്കണത്. അപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്ര. എന്തായാലും നമുക്ക് ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിനൊരു സുഖം കിട്ടുന്നൊരു ഫീലിംഗ്, ഭയങ്കര ഒരു ഫീലിംഗ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ മനസ്സൊക്കെ ഒന്ന് റിലാക്സായി പോവുക. ആ ഒരു ഫീലിംഗ് നമ്മൾ യാത്രയിലൂടെ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ വേറൊരു വൈബായിരുന്നു. നേരെ കുറച്ച് നമ്മളിത് ഫോറസ്റ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോണ്ടല്ല, അത് പ്രത്യേക ഒരു ഫീലാണ് നമുക്ക്. എങ്ങനെ ഇപ്പോൾ നമുക്ക് പറയാൻ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ ഫീൽ നമുക്ക് ഇങ്ങനെ കിട്ടും, അങ്ങനെ കിട്ടിപ്പോവും. അമ്മാതിരി ഒരവസ്ഥ അല്ലേ? ഒളിച്ചെന്തായാലും സെറ്റായിക്കണം.
നിങ്ങളെ ഇതൊന്നും നോക്കി ഈ വെള്ളച്ചാട്ടം അങ്ങനെ ഉണ്ട്, പൊളിയല്ലേ? വെള്ളച്ചാട്ടമല്ല, അതിപ്പോൾ KCB-ക്കാർ അവിടെ ഡാം അടിച്ചിട്ട് അവിടെ നിന്നുള്ള ഒരു വെള്ളം വരുന്നതാണ്, അതിലേക്കുള്ള വെള്ളമാണിത്. എന്തായാലും സെറ്റായിരിക്കും. മഴക്കാലത്തൊക്കെ ഇത് വരുമ്പോൾ കണ്ടല്ലോ പക്ക വെള്ളമായിട്ടില്ല. ഈ ഒരു വേനൽക്കന്നത് ഇങ്ങനെ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് മക്കളെ മഴക്കാലത്ത് നിറഞ്ഞു കിട്ടുന്നത്. സെറ്റായിരിക്കും ഇങ്ങനെ സ്റ്റെപ്പായിട്ടില്ല. ഏതാ ഹരം തന്നെ ഹരം. അന്നാറ മക്കളെ ഈ ഒരു റോട്ടിൽ കൂട്ടുള്ള യാത്ര എന്താ പാടെന്ന് പഠിച്ചവനക്ക് അറിയുള്ളൂ കേട്ടോ. ഏതായാലും നമ്മൾ പക്ക ഫോറസ്റ്റിലൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു കൊടുത്തുണ്ടാവില്ല. എന്തെങ്കിലും ഇവിടെ നമ്മൾ ബോർഡ് കണ്ടത് ആനുണ്ട്, പുലിയുണ്ട്, ഇതുണ്ട് എന്നൊക്കെയാണ്. അപ്പം നമ്മൾ പോയൊക്കെ എന്തായാലും കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. പോയൊക്കെ എന്തായാലും എന്താ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ ആനനും പുലിൻ്റെ ഒക്കെ കാണാൻ? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളിഷ്ട. നമ്മളെന്തായാലും യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് യാത്ര മുന്നോട്ട് തന്നെ ഇവിടെ ആന വരുന്ന ഇതെന്നൊക്കെ തന്നെ ഇവിടെ KCB-ക്കാരെല്ലാം അവരെ ലൈൻ അടിച്ചിരിക്കുന്നു, കറണ്ട് പാസ് ചെയ്യണം. അപ്പോൾ റോട്ടിൽ അങ്ങോട്ടൊന്നും കടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഇത് അടിച്ചാണ്, കമ്പടിച്ചാണ്. ഈ ഒരു റോഡ് നിങ്ങൾ കണ്ടു. ഒരു വാഹനത്തിന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കാട്ടിക്കണ്ട് ഇറങ്ങി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അതേപോലെ റിവേഴ്സ് വരേണ്ടി വരും. അടച്ചാൻ കാക്കട്ടെ. ഒരാനൊക്കെ മുന്നിൽ വന്നത് എന്ത് ചെയ്യും? നമ്മളൊന്നും ചെയ്യണ്ട, ഒക്കെ ആന ചെയ്തോളൊന്നുമില്ല, അതല്ല നിങ്ങൾ ഉദ്ദേശിച്ചത്. എന്തായാലും നമ്മളിങ്ങനെ മുന്നോട്ട് വെച്ചേക്കാളും മുന്നോട്ട് തന്നെ. ഏതായാലും സൂര്യനൊക്കെ അസ്തമിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവിടെ. സൂര്യാസ്തമയം നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് കാണാൻ പറ്റിട്ട, സൂര്യരശ്മികൾ, അസ്തമയരശ്മികളൊക്കെ. അതേതായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു യാത്രയിൽ സൂര്യ അസ്തമയം നമ്മളൊരു ഫോറസ്റ്റിൽ വെച്ചിട്ട് ആയിക്കോട്ടെ, സെറ്റാവൂലേ? തങ്ങളെ നിങ്ങളിപ്പം കണ്ടില്ല, പുലിയാണ് നമ്മൾ കണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ മനസ്സിലാക്കാൻ പറ്റിയേക്കണമെന്ന് അറിയില്ല. പുലി ഒന്നല്ല രണ്ടെണ്ണത്തിന് നമ്മൾ കണ്ടു. ഒന്ന് നമ്മൾ ക്യാമറ ഇല്ലാതെ പോകുമ്പോഴാണ് കണ്ടത്. അടുത്തതിൽ നമ്മൾ ക്യാമറ ഓണാക്കി പിടിച്ച് പെട്ടെന്ന് നമ്മൾ മുന്നിൽ വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ട സാധനത്തിന് അതിൻ്റെ ഒരു വെറും എന്തൊന്നും മാറിയിട്ടില്ല. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത് കാണാം. അടുത്ത സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, വരേക്കും ബൈ.